ഹലോ എവ്രി വൺ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് പാരാ ജമ്പേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഈ പാരാ ജമ്പേഴ്സ് അല്ലെങ്കിൽ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്? ആസ് ഐ സെഡ്, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്, അതായത് കുറച്ച് സെൻറ്റൻസസ് തരും, അതെല്ലാം ജമ്പിൾഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്, ഇതിന് വല്ല ടിപ്സ് ഉണ്ടോ, നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ വെൽക്കം ടു ദ സെഷൻ പാരാ ജമ്പേഴ്സ്. അപ്പം ചില സമയത്ത് പാരാ ജമ്പേഴ്സ് എന്നായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് എന്നാവും തരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതാ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സി ഇവിടെ ഞാൻ ABCD 4 സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ഓക്കെ, 4 സെൻറ്റൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ജമ്പിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്, എല്ലാം വേറൊരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. നമ്മളിവരൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിതേ 4 ഓപ്ഷൻസ് കിടപ്പുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതാണോ നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യാം. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് അതാണ്. പക്ഷേ ചില സെൻറ്റൻസസിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആവും. അപ്പോൾ ബേസിക്കലി ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻസിൽ നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ടൈം കൺസ്ട്രെയിൻ അതെന്താണെങ്കിലും ഉണ്ട്. അപ്പോൾ ഇത്ര ടൈമിനകത്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഇനി അതിലൊരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സെൻറ്റൻസസ് തരും, അതിൽ നിന്ന് തന്നെ 2 സെൻറ്റൻസസ് നമ്മൾ ലിങ്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ നമ്മളൊന്ന് നോക്കണം. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാനിപ്പോൾ ഓപ്ഷൻസ് ഒന്നും നോക്കുന്നില്ല കേട്ടോ, നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. എന്താണെങ്കിലും എല്ലാം ജമ്പിൾഡ് ആയിട്ട് കിടക്കുവാണല്ലോ. ഇവിടെ ഫസ്റ്റ് ഇറ്റ് ഇസ് റിസീവ്ഡ് എന്നുണ്ട്. ഫസ്റ്റ് ഇറ്റ് ഇസ് റിസീവ്ഡ്, ഈ ഇറ്റ് ആരാ? എന്താ ഇറ്റ്? ഇറ്റൊരു പ്രോനൗൺ ആണല്ലോ. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മൾ പ്രോനൗൺ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നൗണിന് പകരമാണ് നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് നൗൺ കഴിഞ്ഞിട്ടേ പ്രോനൗൺ വരും, അല്ലേ? അത് നമ്മുടെ കോമൺ ബുദ്ധിയിൽ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നൗൺ കഴിഞ്ഞിട്ടേ പ്രോനൗൺ വരും, വിച്ച് മീൻസ് ഈ ഇറ്റ് ഈസ് റിസീവ്ഡ്, ഇറ്റ് എന്താണെന്നുള്ളത് ഇവിടെ എവിടെയോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ സെൻറ്റൻസ് ആവില്ല, എന്നുള്ളത് ആദ്യത്തെ സെൻറ്റൻസ് ആവില്ല. ഭാഗ്യം, ഓപ്ഷൻസിലും അത് തന്നിട്ടില്ല. ഓക്കെ, അതൊരു ക്ലൂ ആണ്, മനസ്സിൽ വെച്ചോ. ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ കുറച്ച് ടിപ്സ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില പോയിൻറ്റ്സ് ഉണ്ട്. അത് നോക്കുവാണെങ്കിൽ എങ്ങാനൊരു ടഫായിട്ടുള്ളൊരു പാരാജമ്പിളുടെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്ങാനും ടഫ് വന്നാൽ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ലൈൻ വേണമല്ലോ, അതിനാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു ക്ലൂ ആണ്. നൗൺ പ്രോനൗൺ ഒരു പെയറാണ്, നൗൺ കഴിഞ്ഞിട്ടേ പ്രോനൗൺ വരും. അപ്പോൾ അങ്ങനെ 2 സെൻറ്റൻസസിനെ നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ശരി. നെക്സ്റ്റ്, ഇറ്റ് ഇസ് പാസ്ഡ് ഓൺ ടു. ഓക്കെ, നെക്സ്റ്റ് അടുത്തതായിട്ട് ഇറ്റ് ഇസ് പാസ്ഡ്. ഈ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അടുത്തതായിട്ട്, അപ്പോൾ അതിന് മുന്നേ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, വീണ്ടും ഇറ്റ് ഇസ് പാസ്ഡ്. ഇറ്റ് എന്തുവാ അത് മെൻഷൻ ചെയ്യണം, അല്ലേ? അപ്പോൾ ബിയിൽ സെൻറ്റൻസ് തുടങ്ങുമോ? ഇല്ല. അപ്പോൾ ഈ ഓപ്ഷൻ ഒറ്റയടിക്ക് പോയേ ബിയിൽ തുടങ്ങില്ല. വീണ്ടും the sub editors then examine the news. then അപ്പോൾ സബ് എഡിറ്റേഴ്സ് അതിന് ശേഷം, അപ്പോൾ അതിന് മുമ്പ് എന്തോ സംഭവിച്ചിട്ടില്ലേ? അപ്പോൾ സിയിൽ തുടങ്ങുമോ? ഇല്ല. കണ്ടോ, 2 ഓപ്ഷൻസ് നമുക്ക് മാറ്റി കിട്ടി. അപ്പോൾ ഡി നോക്കാം. ന്യൂസ് ഫ്രോം ഇറ്റ്സ് റിസെപ്ഷൻ ടു പ്രിൻറ്റിംഗ് ഗോസ് ത്രൂ എ സീരീസ് ഓഫ് ഇൻ്റർകണക്റ്റഡ് സ്റ്റേജസ്. ഓക്കെ, ന്യൂസ് വാർത്ത റിസെപ്ഷൻ മുതൽ, അത് കിട്ടുന്നത് മുതൽ പ്രിൻറ്റിംഗ് വരെ പല സ്റ്റേജസ് ഉണ്ട്, പല ഇൻ്റർകണക്റ്റഡ് സ്റ്റേജസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് കിട്ടിയല്ലോ, ഡി ആണ് ആദ്യത്തെ സെൻറ്റൻസ്. ഇനി ഓപ്ഷൻസ് നിന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെ സ്റ്റേജസ് എന്നാണ് പറയുന്നത്? ഫസ്റ്റ്, ആദ്യം ഇറ്റ് ഈസ് റിസീവ്ഡ്. ഇറ്റ് ഏതാ? ഈ പറയുന്ന ന്യൂസ്, അല്ലേ? അപ്പോൾ ഡി കഴിഞ്ഞിട്ട് ഏതാ? എ. അപ്പോൾ ഇനി കൂടുതലൊന്നും നോക്കാനില്ല, ഓപ്ഷൻ 2. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാം, കറക്റ്റാണോ നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഇസ് റിസീവ്ഡ് ബൈ സബ് എഡിറ്റേഴ്സ്. അവർക്ക് എങ്ങനെ കിട്ടും? കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ്, ന്യൂസ് ഏജൻസീസ് വഴി അവർക്ക് ആദ്യം സബ് എഡിറ്റേഴ്സിനാണ് ന്യൂസ് കിട്ടുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്?
സബ് എഡിറ്റേഴ്സ് ദെൻ എക്സാമിൻ ദ ന്യൂസ്. ഇവർ ന്യൂസ് ഒന്ന് നോക്കിയിട്ട് റീവേർഡ് ചെയ്യും, ആവശ്യമുണ്ടെങ്കിൽ അവരത് റീവേർഡ് ചെയ്യും. എന്നിട്ടോ നെക്സ്റ്റ് ഇറ്റ് ഈസ് പാസ്ഡ് ഓൺ ടു ദ ചീഫ് സബ് എഡിറ്റർ. ആദ്യം സബ് എഡിറ്റേഴ്സിന് ന്യൂസ് കിട്ടും, അവർ വേണ്ട ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ വരുത്തും, എന്നിട്ടത് ചീഫ് സബ് എഡിറ്ററിലോട്ട് പോകും. കണ്ടോ? അപ്പോൾ ആ പല സ്റ്റേജസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും തെറ്റത്തില്ല. മറ്റേത് ഓപ്ഷൻസ് തന്നെ നോക്കുമ്പം ചിലപ്പോൾ എളുപ്പത്തിൽ കിട്ടും, ചിലപ്പം ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു പോയിന്റ് കിട്ടിയ നൗൺ പ്രോനൗൺ, അതായത് പ്രോനൗൺ തന്നിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ നൗൺ എവിടെയെങ്കിലും കാണും. അപ്പോൾ അതിനെ ഒന്ന് ജോയിൻ ചെയ്യുക, ഒരു പെയറാക്കി മാറ്റുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലുണ്ടല്ലോ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സെഷൻസ് നമുക്ക് ഇനിയും വരുന്നുണ്ട് പല സബ്ജക്റ്റിൻ്റെ ആയിട്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയും 4 സെൻറ്റൻസസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്യാമോ, ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്? എന്നിട്ട് നമുക്ക് നോക്കാം. Okay, when we can't laugh at the same joke again, why should we cry over the same problems? One day he told them a joke. He ആരാ? He told them a joke. He ആരാ? അപ്പോൾ ബിയിൽ തുടങ്ങുമോ? ഇല്ല, പോയി. People came to a wise man to complain about the same problems every time. Okay, when he repeated the joke, he ആരാ? He. ഡിയിൽ തുടങ്ങുമോ? ഇല്ല. 2 ഓപ്ഷൻസ് ഒറ്റയടിക്ക് പോയേ, കണ്ടോ? ഇനി നമുക്ക് നോക്കാം, എ ആണോ സി ആണോ? ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, എയിൽ തുടങ്ങുമോ സിയിൽ തുടങ്ങുമോ? ഓക്കെ, വെൻ വി കാൺ ലാഫ് അറ്റ് ദ സെയിം ജോക്ക് അഗെയിൻ. ജോക്കോ കാര്യങ്ങളോ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? അപ്പോൾ എയിലും തുടങ്ങാൻ വഴിയില്ല. സി എന്താ? പീപ്പിൾ കെയിം ടു എ വൈസ് മാൻ. കഥ തുടങ്ങുകയാണ് അല്ലേ? ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ 4. ഞാൻ ഒന്നും നോക്കാണ്ട് 4 അങ്ങ് ക്ലിക്ക് ചെയ്തു അല്ലേ? അതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റാണോ നോക്കാം, നമുക്ക് ആ ഓർഡറിലൊന്ന് പോയി നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? People came to a wise man, എന്തിനാ? To complain about the same problems every time. ഓക്കെ, എല്ലാ പ്രാവശ്യം വരുമ്പോഴും ആളുകൾ എന്ത് ചെയ്തു? ഒരേ പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ഒരാൾക്ക് അമ്മായിമ്മയുടെ പ്രശ്നമാണെങ്കിൽ, മറ്റൊരാൾക്ക് ഹസ്ബൻഡിൻ്റെ പ്രശ്നമാണെങ്കിൽ, ഇത് തന്നെയാണ്. ചിലർക്ക് കുട്ടികളുടെ പ്രശ്നങ്ങളായിരിക്കും അല്ലേ, പാർട്ട്ണറിൻ്റെ പ്രശ്നം. അപ്പം ഇത് തന്നെ പറയാനായിട്ട് ആളുകൾ ഒരു വൈസ് മാൻ്റെ അടുത്ത് എപ്പോഴും സെയിം പ്രശ്നം പറയാനാണ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, സി. ഇനി one day. Okay, one day he told them a joke and everyone roared with laughter. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഈ മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ പറയാനായിട്ട് പൊക്കോണ്ടിരുന്നു. ഒരു ദിവസം ഈ വൈസ് മാൻ, ഹി ആരാ? വൈസ് മാൻ, പുള്ളി ഒരു തമാശ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഓക്കെ, ഇനി ഡി. വെൻ ഹി റിപ്പീറ്റഡ് ദ ജോക്ക് ട്വൈസ്. കണ്ടോ? റിപ്പീറ്റഡ് ദ ജോക്ക്. അപ്പോൾ ഇവിടെ ഒരു ജോക്ക് പറയുന്നുണ്ട്, അടുത്തത് റിപ്പീറ്റഡ് ദ ജോക്ക്, ഡി. കണ്ടോ? ഈ ബി ഡി ഒരു പെയറാ, അങ്ങനെ വേണേലും കണ്ടുപിടിക്കാം. കണ്ടോ? ബി ഡി പെയർ ആയിട്ടുള്ളത് എവിടെയാണെന്ന് വേണേലും നോക്കാം. കാരണം റിപ്പീറ്റഡ് ദ ജോക്ക്, അതിന് മുന്നേ ജോക്ക് പറഞ്ഞിട്ടുണ്ട്, അത് രണ്ടും കൂടെ ഒരു പെയറായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം, ബി ഡി. ഓക്കെ, വെൻ ഹി റിപ്പീറ്റഡ് ദ ജോക്ക് ട്വൈസ് നോബഡി ലാഫ്ഡ് എനിമോർ. രണ്ടാമതും ജോക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ആരും ചിരിച്ചില്ല. അപ്പോൾ പുള്ളി വീണ്ടും പറയുകയാണ്, എന്താ പറഞ്ഞേ? വെൻ വി കാൺ ലാഫ് അറ്റ് ദ സെയിം ജോക്ക് അഗെയിൻ. ഓക്കെ, ഒരു ജോക്ക് ആദ്യത്തെ തവണ ഓക്കെ, രണ്ടാമത് ഓക്കെ, മൂന്നാമതും 4ാമതും പറയുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈ ഷുഡ് വി ക്രൈ ഓവർ ദ സെയിം പ്രോബ്ലംസ് അല്ലേ? എങ്കിൽ പിന്നെ ഈ പ്രോബ്ലം അങ്ങനെ തന്നെയുണ്ട്. 2ാമതും 3ാമതും ഇതിൽ തന്നെ ചൊല്ലി എന്തിനാ കരയുന്നത് അല്ലേ? അപ്പോൾ ഒരു ജോക്ക് പറയുമ്പം 2ഓ 3ഓ പ്രാവശ്യമാകുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോഴത്തേക്കും അതിൽ തന്നെ നമ്മൾ 2, 3, 4 തവണയൊക്കെ അതിൽ തന്നെ നമ്മൾ വിഷമിച്ചിരിക്കണം. സിമ്പിൾ. ഓക്കെ, സോ ആൻസർ അവിടെ ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പം നമുക്ക് ഒരിക്കലും ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഇതേ പാരാജമ്പിൾ നിങ്ങൾക്ക് എക്സാമിന് വരണം എന്നില്ല, പക്ഷെ ഞാൻ ഈ പറയുന്ന ടിപ്പുകൾ എങ്ങനെയൊക്കെ ഞാൻ ഇത് കണക്ട് ചെയ്തെടുത്തത് അത് നിങ്ങൾക്കും കണക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് തന്നെ നോക്കി ആൻസർ ചെയ്യാം, പക്ഷെ അതിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ വരാം എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ദ ഫ്രേസ് ചൈൽഡ് ലേബർ ഓൾമോസ്റ്റ് ഓൾവേസ് ഹാസ് നെഗറ്റീവ് കൊണോട്ടേഷൻസ്. ഓക്കെ, യെസ്. The word labor has particular connotations of hard or arduous work when this phrase, okay. This phrase, this phrase ഏതാ? അപ്പോൾ സിയിൽ തുടങ്ങുമോ? ഇല്ല. അപ്പോൾ ഒരു ഓപ്ഷൻ പോയേ, ഈ ദിസ് ഫ്രേസ് ഏതാന്ന് പറയണം. എന്നിട്ട് വേറൊരു കാര്യമുണ്ട്, when this phrase is used in the English language
ഇത് കഴിഞ്ഞിട്ട് എന്തോ കൂടെ തരുന്നുണ്ട്, കോമ തന്നിട്ടുണ്ട്. അതായത് ഈ ഫ്രേസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുമ്പം എന്തോ ഒന്ന് സംഭവിക്കും. അപ്പോൾ സീൽ അവസാനിക്കില്ല, സീൽ അവസാനിച്ചിട്ടില്ല, അപ്പോൾ അത് പോയി. ചൈൽഡ് ലേബർ സംതിങ് ദാറ്റ് ഇസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം അതർ ലേബേഴ്സ്. ദി ഓതർ ഓഫ് സ്പീക്കർ ഇസ് ഓൾമോസ്റ്റ് ഓൾവേസ് ഹൈലൈറ്റിംഗ് ദാറ്റ് ചൈൽഡ് ലേബർ ഇസ് സംതിങ് അൺഡിസൈറബിൾ. ഓക്കെ, ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? സി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. വെൻ ദിസ് ഫ്രേസ് ഇസ് യൂസ്ഡ്, ദ ഫ്രേസ് ചൈൽഡ് ലേബർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദ വേർഡ് ലേബർ ഹാസ് പെർട്ടിക്കുലർ കൺവെർട്ടേഷൻ. ഇല്ല. ചൈൽഡ് ലേബർ ഇസ് സംതിങ് ദാറ്റ് ഇസ്, ഇല്ല. വെൻ ദിസ് ഫ്രേസ് ഇസ് യൂസ്ഡ്, the author is almost always highlighting that child labor is something undesirable. ഈ ഫ്രേസ് യൂസ് ചെയ്യുമ്പം ഓതർ ഇന്നതാണ് മെയിൻ ചെയ്യുന്നത്. സി ഇ കണക്ട് ചെയ്യാൻ പറ്റില്ലേ? സി ഇ എവിടെ? ഇവിടെ ഇല്ല. സി ഇ ഇത് ഈസിയാ, പോയി. സി ഇ ഇവിടെ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. കണ്ടോ, ഞാൻ കൂടുതലൊന്നും വായിക്കാൻ പോയില്ല, മര്യാദയ്ക്ക് ക്വസ്റ്റ്യൻ വായിച്ച് വരും. അപ്പം നൗൺ പ്രൊനൗൺ പെയർ ആണെങ്കിൽ പറ്റും. ഇവിടെ എനിക്കൊരു ക്ലൂ കിട്ടിയത് ഈ കോമ കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതേതാണെന്ന് ഞാനൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കി. ഭാഗ്യത്തിന് അത് ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. സി, ഇനി അത് ബാക്കി നമുക്കൊന്ന് കറക്റ്റായിട്ട് മീനിങ് ഫുൾ ആയിട്ട് വരുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ബിയിൽ പറഞ്ഞിരിക്കുന്നത് ദ വേർഡ്, ഞാൻ അതേ ഓപ്ഷൻ അങ്ങനെ തന്നെ വായിക്കുവാണേ. The word labor has particular connotations of hard or arduous work. അല്ലെ, ലേബർ എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഹാർഡ് വർക്ക് ആണ്. ഓക്കെ, ലേബർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലായി, ലേബർ എന്ന് പറയുമ്പോഴേ എന്താണ്? എന്തോ ഹാർഡ് വർക്കാണ്, ഭാരപ്പെട്ട ജോലിയാണ്. അതാണ് ലേബർ എന്ന് പറഞ്ഞാൽ, ആണല്ലോ. ഇനി ഇതിൽ ചൈൽഡ് ലേബർ എന്താണെന്നാണ് പറയുന്നത്? ചൈൽഡ് ലേബർ സംതിങ് ദാറ്റ് ഇസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം അതർ ലേബേഴ്സ്. അത് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമാണ് ചൈൽഡ് ലേബർ. ഓക്കെ, ഇനി ചൈൽഡ് ലേബറിന് നെഗറ്റീവ് മീനിങ് ആണ് ചൈൽഡ് ലേബർ. ഓക്കെ, ഇനി വെൻ ദിസ് ഫ്രേസ് ഇസ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഈ ചൈൽഡ് ലേബർ യൂസ് ചെയ്യുമ്പോൾ ഓതർ പറയുന്നത് എന്താണ്? അത് പാടില്ലാത്ത എന്തോ ഒന്നായിട്ടാണ് പറയുന്നത്. കണ്ടോ? അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞ് ലൂപ്പ് ഹോൾ കിട്ടിയാൽ മതി, നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പാരജമ്പിൾ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് എക്സാംസിന് വരും. ചില പ്രാവശ്യം 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഒരു ക്വസ്റ്റ്യനൂടെ നമുക്ക് ചെയ്യാം. യെസ്, ഇതെല്ലാം ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരുവാ കേട്ടോ, ഇങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ തരുവാണ്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. അടുത്തത് ഒന്ന് വായിച്ചു നോക്കാം. Parks are kept open in afternoon so outdoor workers can sit in the shade. Okay. Some cities that had cut trees for construction are busy trying to plant new ones to combat the heat in Ahmedabad. Okay. അഹമ്മദാബാദിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴത്തെ റീസെൻറ്റ് ഫ്ലൈറ്റ് ഒരു പ്ലെയിൻ ക്രാഷ് ആണ് ഓർമ്മ വരുന്നത്. ഓക്കെ, ദെൻ റിസർച്ചേഴ്സ് ആർ ടിങ്കറിങ് വിത്ത് സൊല്യൂഷൻസ് സച്ച് ആസ് യൂസിങ് വൈറ്റ് റിഫ്ലെക്റ്റീവ് പെയിൻറ്റ് ഇൻ ദി ഈസ്റ്റേൺ കോസ്റ്റൽ സിറ്റി ഓഫ് ഭുവനേശ്വർ. ഓക്കെ, അവിടെ ഒരു ക്ലൂ കിടപ്പില്ലേ? ബാക്കിയൊന്നും വായിച്ചിട്ട് വലിയ ക്ലൂ കിട്ടുന്നില്ല, പക്ഷെ ഇവിടെ ഒരു ക്ലൂ ഉണ്ട്. ഇൻ ദി ഈസ്റ്റേൺ കോസ്റ്റൽ സിറ്റി ഓഫ് ഭുവനേശ്വർ, അവിടെ എന്ത് സംഭവിച്ചു? കോമ കഴിഞ്ഞിട്ട് സംതിങ് ഈസ് എയർ അല്ലേ, അപ്പോൾ എന്തോ ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ എന്താണെങ്കിലും ലാസ്റ്റ് സെൻറ്റൻസ് ആവില്ല. അത് നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇൻ ദി ഈസ്റ്റേൺ കോസ്റ്റൽ സിറ്റി ഓഫ് ഭുവനേശ്വർ അവിടെ എന്തോ സംഭവിച്ചു, കോമ കഴിഞ്ഞ് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ഈ എന്താണെങ്കിലും ലാസ്റ്റ് സെൻറ്റൻസ് ആവില്ല. അപ്പോൾ 2 പോയത് കണ്ടോ ഒറ്റയടിക്ക്. ഇനി നമുക്ക് കണക്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കി ഏതാ നോക്കുക. ഈസ്റ്റേൺ കോസ്റ്റൽ സിറ്റി ഓഫ് ഭുവനേശ്വറിൽ എന്ത് പറ്റി? അവിടെ റിസർച്ചേഴ്സ് ആർ ടിങ്കറിങ് വിത്ത് സൊല്യൂഷൻസ് ആണോ? അല്ലെങ്കിൽ ടു കോമ്പാറ്റ് ദ ഹീറ്റ്? അല്ല. ഈസ്റ്റേൺ കോസ്റ്റൽ സിറ്റിയിൽ സം സിറ്റീസ് ആർ ഹാഡ് കട്ട് ട്രീസ് ആണോ? അല്ല. ഇൻ ഈസ്റ്റേൺ കോസ്റ്റൽ സിറ്റി ഓഫ് ഭുവനേശ്വർ പാർക്സ് ആർ കെപ്റ്റ് ഓപ്പൺ. അത് പിന്നെ ഓക്കെ അല്ലേ. ഈ ഈസ്റ്റേൺ കോസ്റ്റൽ സിറ്റിയിൽ സം സിറ്റീസ് വീണ്ടും ട്രീ കട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹീറ്റിനെ കോമ്പാറ്റ് ചെയ്യാനുള്ള മെത്തേഡല്ല. റിസർച്ചേഴ്സ് അവിടുത്തെ റിസർച്ചേഴ്സ് സൊല്യൂഷൻസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല. പിന്നെ ഈ എ ഒരു പെയറായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലോ. ഈ എ, ഭാഗ്യത്തിന് ഈ എ ഇവിടെ കിടപ്പുണ്ട് അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, അതാണ് ആൻസർ. ഈ എ എന്താണെന്ന് നോക്കാം നമുക്ക്. ഈ എ ഒന്ന് കണക്ട് ചെയ്യുവാണേ. എന്താ? ഇൻ ദി ഈസ്റ്റേൺ കോസ്റ്റൽ സിറ്റി ഓഫ് ഭുവനേശ്വർ parks are kept open in afternoon so outdoor workers can sit in the shade. ഈ എ ഒരു പെയറാണ്. ഇനി ഇത് എവിടെയാ എന്താണെന്നൊന്നും അറിയത്തില്ല. അത് നമ്മൾ ഓപ്ഷൻസിൽ നോക്കുക. സീലാണ് തുടങ്ങിയിരിക്കുന്നത്. സീൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ടു കോമ്പാറ്റ് ദ ഹീറ്റ് ഇൻ അഹമ്മദാബാദ് സിറ്റി ഫണ്ടഡ് വാൻസ് ഡിസ്ട്രിബ്യൂട്ട് ഫ്രീ വാട്ടർ ഡ്യൂറിങ് ദ ഹോട്ടസ്റ്റ് മന്ത്സ്. അപ്പം ചൂടിനെ കുറയ്ക്കാനുള്ള ഡിഫറെൻറ്റ് വേയ്സ് ആണ് അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കുറേ സ്ട്രാറ്റജീസ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ
ചൂട് കുറയാൻ എന്താണ്, സിറ്റി ഫണ്ടഡ് വാൻസ് ആണ്. അവർ ഫ്രീ വാട്ടർ ഹോട്ട് സീസൺസിലെല്ലാം അവർ സപ്ലൈ ചെയ്യും. ഓക്കെ, അത് വന്നു. അത് ഒരു കാര്യം. രണ്ടാമത്, ഈസ്റ്റേൺ കോസ്റ്റൽ സിറ്റിയിൽ എന്താ ചെയ്യുന്നത്, അവർ ഉച്ചയാവുന്ന സമയത്ത് പാർക്സ് ഓപ്പൺ ആക്കിയിടും. ഓക്കെ, പാർക്സ് എല്ലാം ഓപ്പൺ ആയിരിക്കും. നോർമലി സാധാരണ ഈവനിങ്സ് ആണല്ലോ പാർക്സ് ഓപ്പൺ ആകുന്നത്. ഇത് ഉച്ചയ്ക്കേ പാർക്സ് ഓപ്പൺ ആക്കും. സോ ദാറ്റ് വർക്കേഴ്സ്, ഔട്ട്ഡോർ വർക്കേഴ്സിന് ആ ഷെയ്ഡിൽ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റും. കണ്ടോ, CEA. പിന്നെ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ചില സിറ്റീസ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിന് വേണ്ടി ട്രീസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് റീപ്ലാന്റ് ചെയ്യണം. അവരത് ന്യൂ പ്ലാന്റ്സ് ഒക്കെ അവർ പ്ലാന്റ് ചെയ്യണം. ന്യൂ ട്രീസ് എല്ലാം അവർ പ്ലാന്റ് ചെയ്യണം. അത് ഒരു മെത്തേഡ്. പിന്നെ റിസർച്ചേഴ്സ് അവരും പല സൊല്യൂഷൻസ് ആയിട്ട് വരിക. എന്താണ്, വൈറ്റ് റിഫ്ലക്റ്റീവ് പെയിൻ്റ് ഒക്കെ അടിക്കാം. അപ്പം ചൂടിനെ കുറയ്ക്കാനുള്ള പല ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസാണ് ഓരോരുത്തരും അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. കണ്ടോ, അപ്പം സത്യം പറഞ്ഞാൽ ഓപ്ഷൻസ് തന്നെ നോക്കുമ്പം ചില കേസസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ആൻസേഴ്സ്, പക്ഷേ ചിലത് കൺഫ്യൂസിങ് ആവും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ടിപ്സ് വഴി, അതായത് ഓക്കെ നൗൺ പ്രോനൗൺ ഒരു പെയറായിട്ട് തന്നെ വരണം, അല്ലെങ്കിൽ കോമയൊക്കെ കാണുമ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വരും. പിന്നെ ചില സമയത്ത് എന്തെങ്കിലും കണക്ടേഴ്സ് അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സ് കാണും. ഇപ്പോൾ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ദസ്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ക്ലൂസ് ഉണ്ടെങ്കിൽ അതും വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ക്ലൂസ് എല്ലാം വെച്ച് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പാരാജമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പം ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സെഷൻ. So stay tuned for more videos. Subscribe our channel. Thank you. See you soon. Bye-bye.